ഒരു കോഴിമുട്ടയിൽ നിന്ന് നമുക്ക് 1000 രൂപ വരുമാനം ഉണ്ടാക്കിയാലോ? നിങ്ങളെന്തായിരിക്കും ഇപ്പോൾ ചിന്തിച്ചെന്ന് ഞാൻ പറയട്ടെ. എനിക്ക് പ്രാന്തായിരിക്കും എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, നമുക്ക് ഒരു കോഴിമുട്ടയിൽ നിന്ന് 1000 രൂപ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. 1000 രൂപ മൂല്യമുള്ള ഒരു വസ്തുവായി മാറും കോഴിമുട്ട. അതെങ്ങനെയെന്നല്ലേ പറഞ്ഞു തരാം. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരും വീഡിയോകൾ ലഭിക്കാനായിട്ട് ബെൽ ബട്ടണും കൂടെ അമർത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയെങ്കിലും, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് മാർക്കറ്റിൽ ഒരു കോഴിമുട്ടയുടെ വില ഏകദേശം 7 രൂപ അടുത്താണ്. അപ്പം നമ്മളൊരു കോഴിമുട്ട വാങ്ങിക്കുകയാണ് മാർക്കറ്റിൽ നിന്ന്. ആ ഒരു കോഴിമുട്ട നമ്മൾ അടവെച്ച് വിരിയിക്കുന്നു. അപ്പോൾ അതൊരു കോഴിക്കുഞ്ഞായി. അപ്പോൾ ഈ ഉണ്ടായ കോഴിക്കുഞ്ഞ് പിടക്കോഴിയാണെന്ന് കൂട്ടിക്കോളും. നിങ്ങൾ ചിലപ്പോൾ പറയാം പൂവൻ കോഴിയായിരിക്കും. പൂവൻ കോഴിയുടെ കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിൽ നമ്മൾ ഒരു പിടക്കോഴി കുഞ്ഞാണ് ഉണ്ടായത്. അതിനെ നമ്മൾ ഒരു 6 മാസം വളർത്തുന്നു. 6 മാസം വളർത്തിയതിന് ശേഷം അത് മുട്ടയിടാൻ ആരംഭിക്കുന്നു. ഏകദേശം 180ഓളം മുട്ടകൾ ഒരു കോഴിയിടും. ശരിയല്ലേ? 180 മുട്ട നമ്മൾ 6 രൂപ നിരക്കിൽ, 7 രൂപയ്ക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ 6 രൂപയ്ക്ക് കടയിൽ വാങ്ങിക്കുന്നു. നമ്മൾ 6 രൂപയ്ക്ക് തന്നെ 6 രൂപയ്ക്ക് നമ്മൾ കടയിൽ കൊടുക്കുന്നു. അപ്പോൾ 100 മുട്ടയ്ക്ക് എത്ര വരും? 600 രൂപ. ശരിയല്ലേ? നൂറ് മുട്ടയ്ക്ക് 600 രൂപ, 80 മുട്ടയ്ക്ക് 450 രൂപ, അങ്ങനെ 1080 രൂപ. നമ്മുടെ കോഴിമുട്ട, ഒരു കോഴിമുട്ടയുടെ വാല്യൂ 1080 രൂപയായിട്ട് നമുക്ക് ഉയർന്നു. ഒരു കോഴിമുട്ടയിൽ നിന്ന് 1080 രൂപയായിട്ട് ഉയർന്നു. ഇതിൽ നമുക്ക് തീറ്റ വേണ്ടേ? തീറ്റ നമ്മൾ ഒരു 500 രൂപ നമ്മുടെ തീറ്റ മാറ്റുന്നു. പോയിട്ട് ബാക്കി 550 രൂപ വേണ്ട, 500 രൂപ മതി. നിങ്ങൾക്കവിടെ ആ ഒരു കോഴിമുട്ടയിൽ നിന്നുണ്ടായ ലാഭം 500 രൂപയാണ്. നിങ്ങൾ ഈ ഒരു കോഴിക്ക് ചിലവാക്കുന്ന സമയം തന്നെ മതി 10 കോഴി വളർത്താനായിട്ട്. 10 കോഴിയെ വളർത്താനായിട്ട് ഈ സെയിം സമയം തന്നെ മതി. ഇവയ്ക്ക് കൂടുതലായി വേണ്ടി വരുന്നത് അതിനുള്ള ഫുഡും ഷെൽട്ടറുമാണ്. എങ്ങനെ നോക്കിയാലും 10 കോഴിയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു വർഷം 5000 രൂപ നിങ്ങൾക്ക് ലാഭമാണ്. അപ്പോൾ കോഴിയുടെ മുട്ടയെല്ലാം കഴിഞ്ഞെങ്കിൽ കോഴിയെ നമുക്ക് വിൽക്കാൻ കൊടുക്കാം, കടകളിൽ വിൽക്കാം നമുക്ക് കോഴിയെ. നിങ്ങൾ ഈ പറയുന്ന 10 മുട്ടയ്ക്ക് പകരം നമുക്ക് ഒരു 50 മുട്ടയോ 100 മുട്ടയോ വെച്ചിട്ട് നിങ്ങൾ കച്ചവടം ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ വരുമാനം എത്ര വരും? ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു കോഴിമുട്ടയിൽ നിന്നും നമുക്ക് ബിസിനസ് ആരംഭിക്കാൻ പറ്റും. നമുക്ക് വേണ്ടത് ഒരു കാൽക്കുലേഷനാണ്, ഒരു ലക്ഷ്യമുണ്ടാകണം. നമ്മൾ മെനക്കെടുന്ന സമയം കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കണം. പ്രൊഡക്റ്റീവ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരു വസ്തുവിന് മേളിലെങ്കിൽ അതേപോലത്തെ ഒന്നിന് പകരം 10 എണ്ണത്തിനെ എടുത്തു കഴിഞ്ഞാലും ഈ സെയിം സമയം തന്നെ നമുക്ക് മതി. അല്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിൽ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബിസിനസ്സുകളിൽ ഏർപ്പെടണം, പല കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് റവന്യൂ ഒരു ഇനത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ട് നമുക്ക് കാര്യമായ നേട്ടം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു വസ്തുവിൽ നിന്ന് മാത്രമാണ് കിട്ടിയതെങ്കിലും നേട്ടം ഉണ്ടാവില്ല. പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഒരു പശുവിനെ വളർത്തുന്നയാൾ ചിന്തിക്കുക, ഒരു പശുവിനെ വളർത്താൻ പോകുന്ന ഒരാളാണ്. ആ ഒരു പശുവിന് വേണ്ടിയിട്ട് ഒരു ദിവസം മെനക്കെടണം. അതിന് തീറ്റ ഉണ്ടാക്കണം, അതിന് കുളിപ്പിക്കണം, അതിന് ഭക്ഷണം കൊടുക്കണം. ഇതിനെല്ലാം സമയം വേണം. ഒരു ദിവസം ആളുടെ പോവുകയാണ്. എന്നാൽ ആൾക്ക് എന്തുകൊണ്ട് ഒരു 2-3 പശുവിനെ വളർത്തിക്കൂടാ?
സെയിം കഷ്ടപ്പാടാണ് അവിടെ വരുന്നുള്ളൂ. തീറ്റ കൂടുതൽ വേണമെന്ന് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ സമയം സെയിം തന്നെയാണ് അവിടെയും പോകുന്നത്. വരുമാനമോ എത്ര എണ്ണത്തിനെ വരുത്തുന്നോ അത്രയും ഇരട്ടി വരുമാനവും നമുക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ സമയത്തെ മാക്സിമം ഉപയോഗിക്കണം. നമുക്ക് ആവുന്ന കാലത്ത് നല്ല രീതിയിൽ നമ്മൾ സമയം യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറ്റാത്ത സമയങ്ങളിൽ നമുക്ക് അതുകൊണ്ട് അതിൻ്റെ ഉണ്ടാകുന്ന ആ വാല്യൂ കൊണ്ട് നമുക്ക് തൽക്കാലം ജീവിച്ചു പോകാനൊക്കെ സാധിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞത് കോഴിമുട്ടയുടെ കാര്യമാണ്. എങ്ങനെയാണ് കോഴിമുട്ടയ്ക്ക് അത്രയും വില വന്നതെന്നല്ലേ? അത് മനസ്സിലായില്ല നിങ്ങൾക്ക്? ഒരു കോഴിമുട്ട ഇന്നത്തെ വില 7 രൂപ 6 രൂപ 7 രൂപയും കണ്ടാണ്. നാളെ മറ്റന്നാളൊക്കെ വില കൂടിക്കൊണ്ടേയിരിക്കും. കോഴിമുട്ടയുടെ വില കൂടിക്കൊണ്ടിരിക്കും. നാടൻ കോഴിമുട്ടയ്ക്കൊക്കെ വില കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നാടൻ കോഴിമുട്ട ഞങ്ങളുടെ ഇവിടെ 8 രൂപ 9 രൂപയൊക്കെ ആണെന്ന് തോന്നുന്നു ഷോപ്പിൽ. പലയിടത്തും വ്യത്യസ്തമായ വിലകളാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കൃഷികൾ നമ്മൾ മാറ്റി ചിന്തിക്കണം. ഒരു വിളവിന് പകരം നമ്മൾ പല വിളകൾ ചെയ്യണം. എങ്കിലേ നമുക്ക് ലാഭം ഉണ്ടാവുകയുള്ളൂ. നിങ്ങളിപ്പം ഷൂസ് മാത്രം വിൽക്കുന്നൊരു കട തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഷൂസിൻ്റെ ആവശ്യമുള്ള ആളുകൾ മാത്രമേ വരുള്ളൂ, വേറെ ഒന്നിനുള്ള വരില്ല. അതേസമയം ഷൂസും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഷൂസിനൊപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ബെൽറ്റ് ചിലവാകാം, സോക്സ് ചിലവാകാം. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവയും കൂടി നിങ്ങളുടെ കടകളിൽ ഷോപ്പിൽ വെക്കുകയാണെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ കച്ചവടം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതനുസരിച്ച് കൂടുതൽ വരുമാന മാർഗം ഉണ്ടാകും. നിങ്ങൾ ഏത് ബിസിനസ്സാണോ ചെയ്യാൻ പോകുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി അതോടൊപ്പം തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഏത് കാര്യം പറയുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഏത് കാര്യത്തിന് നിങ്ങൾ മുന്നോട്ടിറങ്ങുന്നതിന് മുന്നേയും നിങ്ങൾക്ക് മുന്നിൽ ഒരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യം നിറവേറ്റാനുള്ള ഒരു മനസ്സുണ്ടാകണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ്ങും ഉണ്ടാകണം. ഇത് ഇത്രയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്കും വിജയിക്കാം. അതെന്തും ആയിക്കോട്ടെ. ഒരു കപ്പലണ്ടി കച്ചവടം ചെയ്യുന്ന ഒരാൾ ഒരു ബീച്ചിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ആളവിടെ വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ ആളുടെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ബീച്ചിൽ പോകുമ്പോൾ നിങ്ങൾ നല്ല ചൂടൻ കപ്പലണ്ടി വിൽക്കുന്നാണ്ട നിങ്ങൾ വാങ്ങിക്കില്ലേ? വാങ്ങിക്കും. ആളത് മനോഹരമായിട്ട് പൊതിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ തരും. ആൾക്ക് 100 രൂപ കിട്ടിക്കഴിയുമ്പോൾ ആൾ പണി നിർത്തി പോവോ? ഇല്ല. ആൾ വീണ്ടും ചെയ്യും. കാരണം ആൾക്കൊരു ലക്ഷ്യമുണ്ട്. ആൾക്ക് ഇന്ന് ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര കിലോ കപ്പലണ്ടി ഇന്ന് കച്ചവടം ചെയ്യണമെന്നൊരു ബോധമുള്ളിലുണ്ട്. അതുകൊണ്ട് ആളെന്ത് ചെയ്യും? അത് വിറ്റ് തീരുന്നിടം വരെയും അവിടെ ജോലി ചെയ്യും. പിന്നെ ആളെന്താ ചെയ്യുക? അതോടൊപ്പം തന്നെ വേറെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളും അവിടെ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മറ്റെന്തെങ്കിലും തരത്തിലുള്ള കപ്പലണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കളോ അവിടെ ഉണ്ടാവും, വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവും. അത് ആൾക്കൊരു ബോണസ് പോലാണ്. ആളുകൾ വാങ്ങിച്ചാൽ അത് കൊണ്ടുപോകും. അപ്പോൾ അതിൽ നിന്നും വരുമാനം ആൾക്ക് കിട്ടും. നമുക്ക് എപ്പോഴാണോ നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ എത്തുന്നത് അപ്പോൾ നമ്മുടെ കച്ചവടം നിർത്തണമെന്നല്ല പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് മുന്നോട്ട് പോകണ്ട, ഇവിടം കൊണ്ട് നിർത്തിയാൽ മതിയെങ്കിൽ നിർത്തുക. പക്ഷേ നിർത്തിക്കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിനെ മാക്സിമം എവിടെ വരെ ഓടുന്നുവോ അവിടെ വരെ നമ്മൾ കൊണ്ടുപോവുക. പ്രോഫിറ്റിൽ ലോസിൽ ഒരു സ്ഥാപനം നമ്മൾ ഓടിക്കാൻ ശ്രമിക്കരുത്. അത് പിന്നെയും പിന്നെയും കടത്തിലേക്കേ പോവുള്ളൂ. എവിടെ നിന്നാണ് നമുക്ക് ലോസ് ആരംഭിച്ചു തുടങ്ങിയത് അവിടെ അതിന് കറക്ഷനുള്ള മാർഗമുണ്ട്. അത് നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. അവിടെ നിന്ന് അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം പറഞ്ഞു വന്നത്, നിങ്ങൾ കോഴിക്കൃഷി ചെയ്യുകയാണെങ്കിൽ, മുട്ടക്കോഴി കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ലാഭമുള്ള ഒരു കാര്യമാണ്. നമുക്ക് വീട്ടിൽ തന്നെ, അതായത് വീടിനോട് ചേർന്ന ഒരു ചെറിയൊരു കൂടുണ്ടാക്കി അല്ലെങ്കിൽ വലയിട്ട് അതിൽ നമുക്ക് മുട്ട കൃഷി ചെയ്യാൻ സാധിക്കും. മുട്ട വിരിയിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ പുറത്തുനിന്ന് വാങ്ങിക്കാതെ മുട്ട വിരിയിച്ച് തന്നെ നമ്മൾ തന്നെ മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രോഫിറ്റാണ്. നമ്മൾ പുറത്തുനിന്ന് നമ്മൾ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വാങ്ങിക്കുമ്പോൾ നമുക്ക് 40 രൂപയുടെ അടുത്തൊക്കെ എക്സ്പെൻസ് വരും ഒരു കോഴിക്കുഞ്ഞിന്. ഈ 10 രൂപയുടെ മുട്ട നമുക്ക് വിരിയിച്ചെടുക്കാനായിട്ട് ഇത്ര അധികം എക്സ്പെൻസ് ആകത്തില്ല. അതിന് നമ്മൾ ബൾക്കായിട്ടൊക്കെ വിരിയിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം എക്സ്പെൻസ് ആകത്തില്ല. ഒരു 20 രൂപ മാക്സിമം ഒരു കോഴിക്കുഞ്ഞിന് നമുക്ക് മാക്സിമം ചിലവാകത്തുള്ളൂ. മുട്ടയുടെ പൈസയും മറ്റേ വിരിയിച്ചെടുക്കുന്ന യൂണിറ്റിന് പൈസയും. നമ്മൾ കൂടുതലായിട്ട്
മുട്ടക്കോഴികൾ വളർത്തുകയാണെങ്കിൽ നമുക്ക് ലാഭമാണ്, വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം. അതിലുപരി നമുക്കതൊരു സൈഡ് വരുമാന മാർഗവും കൂടിയാണ് മുട്ടക്കോഴി വളർത്തൽ. പിടക്കോഴികളെ നമുക്ക് മുട്ട ആവശ്യത്തിന് ഉപയോഗിക്കുകയും പൂവൻ കോഴികളെ വളർത്തി നമുക്ക് ഇറച്ചി ആവശ്യത്തിനായി വിൽക്കുകയും ചെയ്യാം. ഇത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ്, വീട്ടമ്മമാർക്ക് ചെയ്യാം. അതുപോലെ എല്ലാവർക്കും ചെയ്യാം. വീട്ടമ്മമാർക്കെന്ന് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കോഴിത്തീറ്റ നമുക്ക് വാങ്ങിക്കാൻ സുലഭമായിട്ട് ലഭിക്കും. അത് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതും വളരെയധികം വില കുറച്ച് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ സബ്സിഡി ഇനത്തിൽ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്ത് വഴി ബ്ലോക്ക് വഴിയൊക്കെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഗവൺമെൻറ് വിതരണം ചെയ്യുന്നുണ്ട് സബ്സിഡി ഇനത്തിൽ. അങ്ങനത്തെയുള്ള കാര്യങ്ങളിലും നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക.